ഇഷ കോഫി. താങ്ക് യു. എന്താണ് ഒരു ആലോചന? മടുപ്പിക്കുന്നതാണെങ്കിലും ഈ കാഴ്ചകളൊക്കെ നോക്കി നിൽക്കാൻ ഒരു രസമൊക്കെ ഉണ്ട്. അതാണ് ഈ സിറ്റിയുടെ മാജിക്. ലൈഫ് എത്ര ക്ലംസി ആണെങ്കിലും ആരും സിറ്റി വിട്ട് പോകില്ല. എന്തോ ഒരു ആകർഷണമുണ്ട് ഈ സിറ്റിക്ക്. ബാലുവിനും ആ ഐ ലവ് ഫിൽറ്റർ കോഫി. നല്ല മണം. ഇഷ്ടായോ? ഐ ലവ് ഇറ്റ്. ബാലു, ഈ സിറ്റിയിൽ എത്ര മലയാളികൾ ഉണ്ടാവും? കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ടെന്ന് ചോദിച്ച പോലെ ആയല്ലോ. ഈ സിറ്റിയിൽ എത്ര മലയാളികളുണ്ടാവും? ഫണി ക്വസ്റ്റ്യൻ. വൈ? ഐ മീൻ സമൺ ഷുഡ് ഹാവ് എൻ അക്കൗണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും സെൻസസ് ഓഫീസിനോട് ചോദിച്ചു നോക്കണം, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്യണം. എന്താ പെട്ടെന്ന് മലയാളികളെ പറ്റിയൊക്കെ ചോദിക്കുന്നത്? കന്നഡിക ചെക്കൻ ഇട്ടിട്ട് പോയതുകൊണ്ടാ? നോ. വീണ്ടും ഒരു ഇറക്കുമതിയായിട്ട് ആന്റി വന്നത്. അതിനാണോ ആന്റി കാണണമെന്ന് പറഞ്ഞത്? ഒരു ഹോട്ട്ലിയ ഷെട്ടിയുടെ പ്രപ്പോസലുമായിട്ട് ഇത്തവണത്തെ വരവ്. ഒരു ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാക്കാനാണ് ഇത്ര ആളുടെ പ്ലാൻ. ആന്റി ഐപാഡിൽ അയാളുടെ മാട്രിമോണിയൽ പ്രൊഫൈലൊക്കെ കാണിച്ചു തന്നു. ലുക്കിംഗ് ഫോർ എ ബ്യൂട്ടിഫുൾ, ടേസ്റ്റ്ഫുൾ ആൻഡ് ഗ്രേസ്ഫുൾ വൈഫ്. ഇത്രയൊക്കെ ഫുള്ളായ ഏതെങ്കിലും പെൺകുട്ടി കാണുമോ? ഡെഫിനറ്റ്ലി. ഇഷയ്ക്ക് എന്താ കുഴപ്പം? ഇഷ ബ്യൂട്ടിഫുൾ ആണ്, ടേസ്റ്റ്ഫുൾ ആണ്, ഗ്രേസ്ഫുൾ ആണ്. ഐ മീൻ യു ആർ എ പെർഫെക്റ്റ് മാച്ച് ഫോർ ഹിം. ഒന്ന് പോ ബാലു. പിന്നെ എന്നെ അതിനൊന്നും കിട്ടില്ല. വല്ല ഹോട്ടൽ നടത്തുന്നവന്റെയും ഭാര്യ ആയിരിക്കാൻ. ഇഷയ്ക്ക് പിന്നെ എന്താ വേണ്ടത്? എനിക്ക് ശരിക്കും അറിയില്ല ബാലു. ഐ എം കൺഫ്യൂസ്ഡ്. ഞാനിപ്പോ അഖിലയെ പോലെയാണ്. ഏതഖില? ബാലുവിന്റെ സ്വപ്ന നായിക അഖില. ലേഡീസ് കൂപ്പയിലെ അഖിലാണ്ടേശ്വരി. ഓ, അപ്പൊ അത് വായിച്ചല്ലേ? പിന്നല്ലാതെ ബാലുവിന്റെ ഇഷ്ടപ്പെട്ട പെണ്ണാണെന്നല്ലേ പറഞ്ഞത്. അതറിയണമെന്ന് വിചാരിച്ചു. നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർത്തു. അപ്പൊ അതാണല്ലേ പണി ഇപ്പോ? വായിച്ചിട്ട് എന്ത് തോന്നി? എനിക്കും അഖിലയെ പോലെ തന്നെയാ തോന്നിയത്. ഒരു പെണ്ണിന് ശരിക്കും ആണിന്റെ ആവശ്യമുണ്ടോ ജീവിക്കാൻ?